കനത്ത മഴയിൽ കോഴിക്കോട് കോടഞ്ചേരിയിൽ മണ്ണിടിച്ചിൽ. കോടഞ്ചേരി ഈരൂട് റോഡിൽ ഗതാഗത തടസ്സം. സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകൾ ഭാഗത്തുള്ള കുന്നിടിഞ്ഞ് മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഏകദേശം 4 ഏക്കറോളം ഭൂമി ഒലിച്ചു പോയിട്ടുണ്ട്. മണ്ണിടിഞ്ഞ സമയത്ത് തോട്ടത്തിലോ പരിസര പ്രദേശങ്ങളിലോ ജനങ്ങളില്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ജില്ലയിൽ നഗരത്തിലും മലയോര മേഖലയിലും രാവിലെ മുതൽ കനത്ത മഴയാണ് ഉണ്ടാകുന്നത്. വിലങ്ങാട് വലിയ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. അഭിജിത്ത് മുടക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, നമുക്ക് ആ സ്ഥലം കാണുമ്പോഴറിയാം ഏതാണ്ട് 4 ഏക്കറോളം സ്ഥലം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. കോടഞ്ചേരിയിലാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അഭിജിത്ത്? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായി. അത് ആശ്വാസമാണ്. ഇന്ന് രാവിലെ, അതായത് പുലർച്ചെ സമയത്തുണ്ടായ ഒരു അപകടം ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടമാണ്. ആ തോട്ടത്തിൽ നിന്ന് വലിയൊരു ഭാഗം തന്നെ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് കോടഞ്ചേരി ഈരൂട് റോഡുള്ളത്. ആ റോഡിലേക്കാണ് ഈ മണ്ണും കല്ലുമൊക്കെ വന്ന് വീണത്. ഇതോടുകൂടി റോഡിലെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും എന്ന് തോന്നുന്നു. അതായത് ഈ തോട്ടത്തിന്റെ റബ്ബർ തോട്ടമാണ്. ഈ തോട്ടത്തിന്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായി, ഏകദേശം 4 ഏക്കറോളം ഭൂമി പൂർണ്ണമായി തന്നെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് മണ്ണും കല്ലുമൊക്കെ പതിച്ചിട്ടുണ്ട്. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. രാവിലെയൊക്കെ ആണെങ്കിൽ ആളുകളൊക്കെ ഉണ്ടാവും. രാവിലെ ആണെങ്കിൽ ആളുണ്ടാവും. വാഹനമൊക്കെ പാസ് ചെയ്യുന്നതാണ്. പണിക്കാരുണ്ടാവും, കന്നാലി കൊണ്ട് വന്നവരൊക്കെ ഉണ്ടാവും. എല്ലാ ആൾക്കാരുള്ള പ്രദേശമാണ്. പക്ഷേ രാത്രി എപ്പോഴായ വെളുപ്പിനെപ്പോഴായ കാരണമാണ് വേറെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരുന്നത്. ഇപ്പോഴും ഒരു അപകട സാധ്യതയുണ്ട്. ഇപ്പോഴും ഇവിടെ അപകട സാധ്യതയാണ്. ഇപ്പോൾ ഈ ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാൻ ഒരു പേടിക്കണം. ഇതിൻ്റെ മറുവശം ഒരു അമ്മായിക്കാട് ഉന്നതിയാണ്. അവിടെയുള്ളവരും അപ്പോൾ ഇതൊരു ഭീഷണിയാണ്. കാരണം അതൊക്കെ ഭയങ്കര പ്രശ്നമുള്ളൊരു ഏരിയ. ഇങ്ങനെ ഈ കോറി പൊട്ടിച്ച് അതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മുമ്പ് ഇങ്ങനെ മണ്ണിടിഞ്ഞ് അപകടം ഉണ്ട്? ഇതുവരെ എങ്ങനെയൊന്നും മണ്ണിടിഞ്ഞായിട്ട് ഒരു ഇതുമില്ല ഇവിടെ. എൻ്റെ ഒന്നും ഓർമ്മയിൽ എനിക്കറിയില്ല. മണ്ണും കല്ലൊക്കെ നേരെ പോയി വീണത് ഈ റോഡിലേക്കാണ്. ആ റോഡിലേക്ക് അത് വെള്ളമൊക്കെ താഴെ ആ റോഡിൻ്റെ താഴോട്ട് അതിൽ പോയ കാരണം ആൾപ്പാർപ്പില്ലാത്ത കാരണം ആൾക്കാർക്ക് ഒന്നും പറ്റിയില്ല. വേറെ ദൂരം ഈ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് അല്ലേ? വേറെ ദൂരം ഒലിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്നുണ്ട്? ഇപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി കടന്നു പോകാൻ വിഷമ. മാധു, അങ്ങനെ തന്നെയാണ്. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നതിൽ നിലവിലൊരു തടസ്സം നേരിടുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ മാത്രം സാഹചര്യമല്ല മാധു. കോഴിക്കോടിന്റെ പല മേഖലകളിലും, മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഈ മണ്ണ് വന്ന് റോഡിലേക്ക് വീണ് കിടക്കുകയാണോ? അവിടുത്തെ സാഹചര്യം എന്താണ്? അതെ മാധു, നിലവിലിപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് റോഡ്. അതായത് അത്ര ദൂരം ഈ ശക്തമായി ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ചെറിയൊരു അരുവി പോലെയൊക്കെ രൂപപ്പെട്ടിട്ട് കാണാം. അതായത് അത്രയും ശക്തമായാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിട്ടുള്ളത്. ഇവർ പറയുന്നതനുസരിച്ച് ഇവിടെയൊക്കെ ക്വാറിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടാകാം ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത്. മഴ കൂടി പെയ്തപ്പോൾ അങ്ങനെ ശക്തമായി മഴയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണതാകാം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും പ്രദേശവാസികളുമൊക്കെ ആയിട്ടുള്ളവർ പറയുന്ന കാര്യം. തോമ എന്നുള്ള ഒരാളുടെ ഒരു തോട്ടമാണിത്, റബ്ബർ തോട്ടമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി നമുക്കതിൻ്റെ ആ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു ഭീകരത വ്യക്തമാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിലൂടെ നടക്കുമ്പോൾ പോലും നമ്മൾ ഈ ചളിയിലൊക്കെ പൂണ്ടുപോകുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് മാധു. ഇതാ നോക്കൂ, വലിയൊരു ഭാഗം തന്നെ, അതായത് ഈ തോട്ടം ഭൂമിയുടെ വലിയൊരു ഭാഗം തന്നെ ഈ മഴയിൽ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. ആ മണ്ണും ചളിയും കല്ലുമൊക്കെയാണ് റോഡിലേക്ക് ചെന്ന് വീഴുകയും ചെയ്തത്. ചേട്ടാ, ഇപ്പോൾ റോഡ് ശരിയായി? റോഡ് അവിടെ ഏകദേശം റെഡിയായി വരും. രാവിലെ ആയതുകൊണ്ട് പ്രശ്നമൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ പോകുന്ന? അതെ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ് മാധു. അങ്ങനെ തന്നെയാണ്, വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഈ തൊട്ടപ്പുറത്തുള്ള കോടഞ്ചേരി ഈരൂട് റോഡ്. പുലർച്ചെ നടന്ന അപകടമാണ്. അതിനാൽ തന്നെ ആ സമയത്ത് വാഹനങ്ങൾ കുറവാണ്. മാത്രമല്ല തോട്ടത്തിൽ തൊഴിലാളികളൊക്കെ എത്താറുണ്ട്. പുലർച്ചെ ആയതിനാൽ തോട്ടത്തിൽ തൊഴിലാളികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് വലിയൊരു അപകടം ഒഴിവാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മഴ, ശക്തമായ മഴ ഇപ്പോഴും കോഴിക്കോട് ജില്ലയിൽ ആകെ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈങ്ങാപ്പുഴയിലെ കാഴ്ച നമ്മൾ രാവിലെ കണ്ടതാണ്. വയനാട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ അവിടെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ വെള്ളം കയറി. വീടുകളിലേക്ക് വെള്ളം കയറുന്നു, കടകളിലേക്ക് വെള്ളം കയറുന്നു. അങ്ങനെ വലിയ ദുരന്തം ആളുകൾക്കുണ്ടായി എന്നുള്ളതാണ് കോഴിക്കോട് നിന്നുള്ള സ്ഥിതി.
മാത്രമല്ല ഈ മതിലിടിഞ്ഞ് വീണും കിണറിടിഞ്ഞ് വീണും ഒക്കെ കിണറിടിഞ്ഞ് താഴ്ന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ആളപായമൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസമാണ്. അഭിജിത്ത്, ഇതൊരു കുന്നിൻ പ്രദേശമൊന്നും അല്ല അല്ലേ? ആ ഈ പറയുന്ന തോട്ടത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് പൊട്ടി വന്നത്. അങ്ങനെയാണോ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്? അതെ മധു, ഇത് ഒരു തോട്ടമാണ്, അതായത് കുത്തനെയുള്ള ഒരു തോട്ടമാണ്. ആ തോട്ടത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുള്ളത്. അതിൽ നമുക്ക് കാണാം വലിയൊരു ഭാഗം തന്നെ, അതായത് തോട്ടത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. മണ്ണും ചളിയും കല്ലും ഒക്കെ കുത്തിയൊലിച്ച് ഇതൊരു ഉരുൾപൊട്ടലിന് സമാനമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് മണ്ണും കല്ലുമൊക്കെ താഴേക്ക് വന്ന് വീഴുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയധികം ദൂരത്തിൽ അതിൻ്റെ ഒരു ശക്തിയിൽ ആഘാതത്തിൽ മണ്ണും കല്ലുമൊക്കെ ഒലിച്ച് ഈ റോഡിലേക്ക് വീഴുന്നതും അങ്ങനെ റോഡിലെ ഗതാഗതം സ്തംഭിക്കുന്ന നിലയിലേക്ക്, ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. മൊത്തം ഇവിടെ മുഴുവൻ ഈ ചളിയിൽ ഇങ്ങനെ ഊഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് മാധു. അതായത് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇവിടെ മണ്ണും കല്ലും ചളിയുമൊക്കെ വന്ന് പൂണ്ട് കിടക്കുന്ന ഒരു നില കൂടിയാണ് നിലവിലുള്ളത്. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട കാര്യം. കാരണം അഭിജിത്ത്, അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അഭിജിത്തിനെ മുന്നോട്ട് പോകാൻ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോ? കാല് പൂഴ്ന്നു പോകുന്നുണ്ടോ? അത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഈ ചളിയിലേക്ക് വീഴുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവിടെ നിൽക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം അത്രയധികം ചളിയും മണ്ണും ഇവിടെ വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. കാരണം മണ്ണ് കുത്തിയൊലിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ഇതാ ഇപ്പോൾ അവിടെ ചെറിയൊരു അരുവി പോലെയൊക്കെ രൂപപ്പെട്ടത് ഈ മണ്ണ് ഇടിച്ചിലുണ്ടായതിന് പിന്നാലെ ഉണ്ടായ ആ ഒരു ആഘാതത്തിലാണ്. നേരത്തെ ഇവിടെയൊക്കെ തോട്ടമായിരുന്നു, റബ്ബർ തോട്ടമൊക്കെ ആയിരുന്നു. ആളുകളൊക്കെ ജോലിക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴയായിരുന്നു മാധു. ആ മഴയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു അപകടമുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് വലിയ ഭാഗം തന്നെ, തോട്ടത്തിന്റെ വലിയ ഭാഗം തന്നെ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് കാണാം ആ തോട്ടത്തിന്റെ ഒരു വലിയ ഭാഗം, അതിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് ആ കല്ലും മണ്ണും ഒക്കെ ആയി വന്നത്. ഇതേപോലെ ആ റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് പോലെയും മറ്റു മരങ്ങൾ നിൽക്കുന്നത് പോലെയും ഒക്കെ ഉണ്ടായിരുന്ന പ്രദേശത്താണ് എന്തെങ്കിലും ഒന്ന് നിലനിന്നിരുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ പോലും അവശേഷിക്കാതെ ഒരു വലിയ പാത തന്നെ, വെള്ളം കടന്നുപോയ പ്രദേശത്ത് ഒരു വലിയ പാത തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ചെളി തന്നെയാണ് അവിടെ ഉള്ളത്. അഭിജിത്തിന് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചെളിക്കൂന തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. വലിയ മണ്ണിടിച്ചിലാണ്. 4-4.5 ഏക്കർ സ്ഥലം ഒലിച്ചുപോയി എന്ന് പറയേണ്ടി വരും. കോടഞ്ചേരിയിലാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്.